പോലീസിന്റെ പക്ഷപാതിത്വം പരിശോധിക്കണം എന്ന പരാതിയുമായി യൂത്ത് കോൺഗ്രസ് നേതാവ്. പരാതി ലഭിച്ചിട്ടും വിദ്യാർത്ഥികളെ അപമാനിച്ച ടി.ജി. മോഹൻദാസിനെതിരെ കേസെടുക്കുന്നില്ല എന്നും ആഭ്യന്തരമന്ത്രിക്ക് പരാതി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി.പി. ദുൽഖിഫിൽ ആണ് പരാതി നൽകിയത്. രാഹുൽ കെ വിവരങ്ങൾ നൽകും. രാഹുൽ, ഗുഡ് മോർണിംഗ്. ടി.ജി. മോഹൻദാസിനെതിരെ പക്ഷപാതപരമായ നിലപാടാണ് പോലീസ് സ്വീകരിക്കുന്നത് എന്നാണല്ലോ ആക്ഷേപം. വിവരങ്ങൾ എന്താണ്? മോത്തി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ വി.പി. ദുൽഖിഫിൽ കോഴിക്കോട് നിന്നുള്ള നേതാവാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് പരാതി നൽകിയിട്ടുള്ളത്. രണ്ട് സംഭവങ്ങൾ ഉദാഹരിച്ചുകൊണ്ടാണ്, താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് ഈ പരാതി എന്ന് പറയുന്നത്. ഒന്ന്, ഡൽഹി സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെ വെടിവെച്ചു കൊല്ലണം എന്ന RSS സൈദ്ധാന്തികനായ ടി.ജി. മോഹൻദാസിന്റെ പരാമർശമാണ്. ഇതിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് വി.പി. ദുൽഖിഫിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ടി.ജി. മോഹൻദാസിനെതിരെ പോലീസ് FIR ഇടാൻ പോലും തയ്യാറാകുന്നില്ല എന്നാണ് പരാതിയിൽ പറയുന്നത്. രണ്ട്, ഇത് താരതമ്യപ്പെടുത്തുന്നത് പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ചെന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണിക്കെതിരായ പരാതിയാണ്. കഴിഞ്ഞ ദിവസം മഹിളാ മോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് നവ്യ ഹരിദാസ് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറെ കണ്ട് ജാൻമണിക്കെതിരെ പരാതി നൽകിയിരുന്നു. ഉടനെ തന്നെ കോഴിക്കോട് സൈബർ പോലീസ് ജാൻമണിക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. കലാപാഹ്വാനം, അതുപോലെ അധിക്ഷേപം, അപകീർത്തിപ്പെടുത്തൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് മഹിളാ മോർച്ചയുടെ പരാതിയിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തത്. അപ്പോൾ ഈ രണ്ട് വിഷയങ്ങളും താരതമ്യപ്പെടുത്തുമ്പോൾ ഇതിൽ സംഘപരിവാർ അനുകൂല നിലപാട് പോലീസ് സ്വീകരിച്ചു എന്നുള്ളതാണ് വി.പി. ദുൽഖിഫിലിന്റെ പരാതി. പോലീസ് പക്ഷപാതപരമായാണ് പെരുമാറുന്നത്, ഇരട്ടത്താപ്പാണ് പല വിഷയങ്ങളിലും സ്വീകരിച്ചു വരുന്നത്. സംസ്ഥാന സർക്കാർ മാറിയിട്ടും പക്ഷേ ഈ പോലീസിലെ ചില ഉദ്യോഗസ്ഥർ ഇത്തരത്തിലുള്ള നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ പരിശോധിച്ച് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ കൃത്യമായ വകുപ്പ് തല നടപടി സ്വീകരിക്കണം എന്നുകൂടിയാണ് വി.പി. ദുൽഖിഫിൽ ആഭ്യന്തരമന്ത്രിക്ക് നൽകിയ പരാതിയിൽ ആവശ്യപ്പെടുന്നത്.